അപ്പോൾ അന്ന് അവരുടെ പേരുകൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പറയാനും. പക്ഷേ ഇന്ന് ഞാൻ പേരുകൾ വായിച്ചപ്പോൾ അവരുടെ മുഖങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. പലരും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിവിടെ ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു ഐക്യതായിട്ട് ഇതിനു വേണ്ടി ഇതിൽ ജോയിൻ ചെയ്യാനും അവിടെ സംസാരിക്കാനും ഈ പേരുകൾ വായിക്കാനും ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. പലസ്തീൻ വിഷയം അല്ലെങ്കിൽ പലസ്തീനെ കുട്ടികൾ നേരിടുന്ന വിഷയം ലോകമെങ്ങും വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്തൊരു പരിപാടി നടന്നത്. ആ പരിപാടിയെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിലുമപ്പുറം പലസ്തീനിൽ പോയി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ മുൻകൈ എടുത്തു നിന്ന ഒരു മലയാളിയാണ് നമ്മളോടിപ്പം ഇപ്പോൾ ചേരുന്നത്. അധ്യാപകനായ മോഹൻ ബി മേനോനാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പരിപാടി ഇവിടെ എറണാകുളത്ത് നടത്തപ്പെട്ടു, ഈ കുട്ടികളുടെ പേരുകളൊക്കെ വായിച്ചു. അപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ്? വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയായിരുന്നു. കാരണം കുട്ടികളെ ഞാൻ അന്ന് 2008 മുതൽ 2011 വരെ ഞാൻ അമാനിലായിരുന്നു ബേസ്. പക്ഷേ ഗാസയിൽ പലപ്പോഴും പോവുകയും ഗാസയിലത്തെ സ്കൂളുകൾ സന്ദർശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ ക്ലാസ്സുകളിൽ പോവുക, പലപ്പോഴും അറബിക്ക് അറിയില്ലെങ്കിൽ പോലും അവരുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ട് ചെയ്ത് പോകുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ അന്ന് അവരുടെ പേരുകൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പറയാനും. പക്ഷേ ഇന്ന് ഞാൻ പേരുകൾ വായിച്ചപ്പോൾ അവരുടെ മുഖങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. പലരും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിവിടെ ഇപ്പോൾ ഞാൻ ഒരു ഐക്യതായിട്ട് ഇതിനു വേണ്ടി ഇതിൽ ജോയിൻ ചെയ്യാനും അവിടെ സംസാരിക്കാനും ഈ പേരുകൾ വായിക്കാനും ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അത്ര ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം എനിക്ക് ഒരു വിധത്തിൽ നോക്കുമ്പോൾ. പക്ഷേ കുറച്ച് ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും ആയിരുന്നു. കാരണം നമ്മൾ ഇന്ന് ഈ ഒരു 2 വർഷത്തെ ഈ ഒരു വാറിൻ്റെ ഇതിലുള്ള ഒരു ജീനോസൈഡിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യം, ഇത് 75 വർഷമായിട്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ മാത്രമല്ല, ഗാസ, ഈ സിറിയ, മറ്റേ ലെബനൻ, ജോർഡാൻ എന്നീ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ. അപ്പോൾ അന്നു മുതൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാലസ്തീൻ ജനത അവിടെ അനുഭവിച്ചിരുന്നു. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സന്ദർശിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ UN ഡിപ്ലോമാറ്റ്സ് ആയതിൻ്റെ പേരിൽ അവിടെ പോകുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവരുടെയും കൂടെ ഒരു കടമയായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള. പക്ഷേ ഞങ്ങൾക്ക് അവിടെ പോകുമ്പോൾ എല്ലാം ഈ എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫ് കാറും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്നത്. ഈ ജെറൂസലത്തിൽ നിന്ന് ഗാസയിലേക്ക് ക്രോസ് ചെയ്യണ സമയത്ത് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ പാലസ്തീൻകാരും ഉണ്ട്. ഞങ്ങളുടെ മേജർ സ്റ്റാഫ് പാലസ്തീൻകാരാണ്. ഞാൻ യുനെസ്കോൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഉണർവ എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഹെൽത്ത്, ഫുഡ്, പ്രൊവൈഡിങ് ഫുഡ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യം. ഹെൽത്ത്, എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് പാലസ്തീൻകാരെ ഓരോ ഇതിലും ട്രീറ്റ് ചെയ്തിരുന്നതെന്നുള്ളൊരു അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്നെ സംബന്ധിച്ചത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിന് മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഇഷ്യൂ ശരിക്ക് ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം, പൊളിറ്റിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗാസയിലുള്ള സ്കൂളുകളിൽ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്ന, കുട്ടികളെ പറ്റി പറയാവുന്നത്, മറ്റേ ആഫ്രിക്കയിലുള്ള കുട്ടികളിലൊക്കെ കുട്ടികളുടെ സ്റ്റാൻഡേർഡൊക്കെ വളരെ അത്ര ഇതുള്ളതല്ല. ഗാസയിൽ അങ്ങനെയല്ല. ഗാസ മാത്രമല്ല കേട്ടോ, പക്ഷേ മെയിൻലി ഗാസ, വെസ്റ്റ് ബാങ്ക് കുട്ടികൾ വളരെ കോൺഫിഡൻസും അവർക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം ഇതിൽ നിന്നൊരു മോചനം വരണം എന്നുണ്ടെങ്കിൽ അതിന് വിദ്യാഭ്യാസമാണ് മെയിനായിട്ട്. ഞങ്ങൾ പഠിച്ചു വലുതായിട്ട് വരണം. അപ്പോൾ ആ ഒരു ഇതിലൊരു മോട്ടിവേഷനിലാണ് എപ്പോഴും പോരുന്നത്. അപ്പം അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ഒരു ദിവസം. കാരണം ഈ ഉണർവ എന്ന് പറയുന്നതിന് ഒരു UN ഏജൻസി അല്ല, 1950 തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് UN തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ളതല്ല, എപ്പോൾ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്താം. അതാണല്ലോ നമ്മൾ പ്രോജക്ട്സ് എന്ന് പറയുക.
അല്ലെങ്കിൽ ഏജൻസി ആയിട്ട് WHO അല്ലെങ്കിൽ യുനെസ്കോ, യുണിസെഫ് എന്നൊക്കെ പറയുന്ന ഏജൻസി ആയിട്ട് തുടങ്ങുമായിരുന്നു. അങ്ങനെ അല്ല അത് തുടങ്ങിയിരിക്കണം. അതിന് കാരണം ഇതാണ്, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് നിർത്തിട്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പാലസ്തീൻകാരെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തും, അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ നമുക്ക് പറയാം അങ്ങനെ ഉദ്ദേശം. അത് നടത്തിയിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന അമേരിക്കയുടെ സപ്പോർട്ടാണ് അന്ന് ഉണർവയ്ക്ക് വന്നിരുന്നത്. ഇറ്റാലിയൻ സപ്പോർട്ട്, യൂറോപ്യൻ കൺട്രീസിൻ്റെ സപ്പോർട്ടുണ്ട്, ബ്രിട്ടീഷ് സപ്പോർട്ടുണ്ട്, ഇന്ത്യയും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ഉണർവ പ്രോഗ്രാമിന്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യക്കാർ കുറച്ച് പേര് അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് ഒരു ജെന്യുവിനായിട്ട് ഇങ്ങനെ ഇതൊരു തീർക്കണം, ഈ ഒരു പ്രോബ്ലം തീർക്കണം എന്നുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ വിഷമമാണ്. കാരണം ഉണ്ടായിരുന്നിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ ഉണർവ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം, അതിനുള്ള എല്ലാം ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അത് ആ ഒരു ഇതിലാണ് ഞങ്ങൾ പോയിരുന്നത്. പക്ഷേ സാറിന് ഇപ്പം ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വായിക്കുമ്പോൾ പലർക്കും അതൊരു പേരാണ്. പക്ഷേ സാറിനെ സംബന്ധിച്ചത് ഒരുപക്ഷെ താങ്കൾ പഠിപ്പിച്ച തന്നെ കുട്ടികളുടെ പേര് കൂടിയായിരിക്കും. ഞാൻ നേരെ പഠിപ്പിച്ചിട്ടില്ല അവർ, കാരണം ഞാൻ എൻ്റെ അവിടുത്തെ അധ്യാപകനായിരുന്നില്ല. പക്ഷേ ഞാൻ അധ്യാപകൻ ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനിതിൻ്റെ മുഴുവൻ മാനേജ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുട്ടികൾ, അറബിക്കാണ് ഇത് എഡ്യൂക്കേഷൻ മീഡിയം. അപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതല്ലാതെ. അപ്പോൾ പക്ഷേ ഈ കുട്ടികൾ ക്ലാസ്സിൽ പോകും, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. ബുദ്ധിമുട്ടായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണെങ്കിൽ പോലും അവരുമായിട്ട് സംസാരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ധാരാളം പാലസ്തീൻ ഫാമിലീസിനെ എനിക്ക് അറിയാം. അതാണ് ഞാൻ പറയുന്നത്. ഗാസയുടെ മാത്രം ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഇത് അംബാസഡർ സംസാരിച്ചപ്പോൾ, അംബാസഡർ ബേസ് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലായിരിക്കും. പക്ഷേ അംബാസഡർ റിലേറ്റീവ്സ് ഗാസയിലുണ്ട്. അവർ ആ 2-3 പേരുകൾ ആദ്യം വായിച്ചത് അംബാസഡറിൻ്റെ റിലേറ്റീവ്സിൻ്റെ പേരുകളായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡാണ്. ഇവർ ചിലരൊക്കെ അവിടെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ ഈ അമാനിലുള്ള സമയത്ത് തന്നെ, അമാനിൽ വളരെ ശാന്തമാണ് കേട്ടോ. അപ്പോൾ പല പാലസ്തീൻ ഫാമിലീസുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട്. ഇപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഞാനൊരു ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരു അമാനി എന്ന് പറഞ്ഞൊരു കുട്ടി അന്ന് കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. കാരണം ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചാലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറബിക്ക് അറിയില്ല, എനിക്കോ എൻ്റെ വൈഫിനോ അറബിക്ക് അറിയില്ല. ആ കുട്ടിക്ക് ഇംഗ്ലീഷ് പറയണം. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി അവർ വന്നു. ആ ഫാമിലി ഞങ്ങളുടെ ഉണർവയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഫാമിലിയാണ്. ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്ത് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മുന്നോട്ട് വരണം എന്നാണ്. ഇന്ന് ആ കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫാർമസി പഠിപ്പിക്കുകയാണ്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇൻ ജോർഡാൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ അയച്ചു കൊടുത്തു, ഇതിൻ്റെ ഇതൊക്കെ അവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ തന്നെ റിലേറ്റീവ്സ് പലരും ഉണ്ട് ഗാസയിലേ. പക്ഷേ അവർക്ക് തന്നെ എന്താണ് അവർക്ക് സംഭവിക്കുക, തുറന്ന് സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ നമുക്കൊക്കെ കുറച്ചും കൂടെ ഓപ്പണായിട്ട് പറയാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവിടെ വളരെ ഇൻവോൾവാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെയാണ് ഞാൻ പല സ്ഥലത്തും, ഇപ്പോൾ ജെറൂസലത്ത് തന്നെ, ഞാൻ ഗാസയുടെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, ഈസ്റ്റ് ജെറൂസലത്താണ് ഞങ്ങളുടെ സ്കൂളുകളുള്ളത്. വെസ്റ്റ് ജെറൂസലമാണ് കൂടുതൽ ജൂതന്മാരുള്ള സ്ഥലം. അതിൻ്റെ ഇടയിൽ ഒരു ഫേമസ് ഒരു മതിലുണ്ട്. അത് നമുക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് വായിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ താമസിക്കുന്നത് ഒരു മതിലിൻ്റെ ഒരു ഭാഗത്ത്. ഈ മതിലിടയിൽ ഉള്ളതുകൊണ്ട് ഏകദേശം 1 കിലോമീറ്റർ നടന്ന ഒരു ഗേറ്റിൽ കൂടെ കയറി, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പിന്നെ 1 കിലോമീറ്റർ വന്ന് സ്കൂളിൽ പോകണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു അപ്പം മുതൽ തന്നെ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിലാണ് ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത്. ശരിയാണ്, അവരുടെ ഓർമ്മകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ പലരും അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നിരിക്കാം. അന്നുള്ളവർ, ഞാൻ 2008 മുതൽ 2011 എന്ന് പറയുമ്പോൾ പലരും സ്കൂളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അതിൽ തന്നെ എത്ര പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല. കാരണം ഇത് അന്ന് മുതലേ ഈ സ്കൂളുകൾ അറ്റാക്ക് ചെയ്യലും കുട്ടികൾ മരിക്കലും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മരിച്ച കുട്ടികൾ ഒരാഴ്ച ഒരു അറ്റാക്ക് നടന്നു. ഇതേമാതിരിയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വാറല്ല. അറ്റാക്ക് നടക്കുന്ന സമയത്ത് കുട്ടികൾ മരിക്കുന്നു, ഒരു 4-5 കുട്ടികൾ മരിക്കുന്നു, ടീച്ചേഴ്സ് മരിക്കുന്നു. പിന്നെ ആ സ്കൂൾ തുറക്കണം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നു, എങ്ങനെയാണ് ബാക്കി കുട്ടികൾ ഇത് റിയാക്ട് ചെയ്യുക. നമ്മളൊരു ക്ലാസ്സിൽ ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളില്ല, മറ്റൊരു മരിച്ചുപോയി, അല്ല 2-3 കുട്ടികൾ. അപ്പോൾ ഈ എപ്പോഴും അതിന് വളരെ സൈക്കോളജിക്കായിട്ട് അതിനെ ഡീൽ ചെയ്തെടുക്കണം. അവർക്കാണ് ഭയങ്കര ട്രോമ. ഈ മരിച്ചുപോയവരെ ഓഫ്കോഴ്സ് ആ ഫാമിലിക്ക് നഷ്ടപ്പെട്ടു, അത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഈ ബാക്കിയുള്ള കുട്ടികൾ ഇതിലേക്ക് തിരിച്ചു വരണ്ടേ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഒരു രാജ്യത്ത് ഞാൻ വർക്ക് ചെയ്ത രാജ്യങ്ങളിലൊന്നും ഞാൻ ഇതാക്കിയിട്ടില്ല. കുട്ടികൾ എങ്ങനെ തിരിച്ച് കോൺസെപ്റ്റിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ അത് വളരെ
വളരെ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കവിടെ. പക്ഷേ ഞാൻ 2011-12 ഞാൻ റിട്ടയർ ചെയ്യേണ്ടത് അവിടെ നിന്ന്. പക്ഷേ 11 ഞാൻ അത് വിട്ടു. കാരണം വിടാനൊരു കാരണം ഉണ്ടായത് സൈക്കോളജിക്കലായിട്ട് അത് വളരെ ടെൻസായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ എത്രത്തോളം അവിടെയുള്ള ഉണർവേലുള്ള എംപ്ലോയീസിനുമൊക്കെ എത്രത്തോളം ഇതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഇത് മുഴുവൻ ചെയ്യുന്നതെന്നുള്ള, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇൻവോൾവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന എൻ്റെ പേഴ്സണലായിട്ട് അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ 2011 ഞാനത് വിടുക ചെയ്തത്. വിട്ടിട്ട് ഞാൻ മലേഷ്യക്ക് പോയി 3 വർഷമായിട്ട്. പക്ഷേ ആ ഒരു ഇന്നും ഞാൻ അവർ പലരും പറയും ഒന്നുകൂടെ തിരിച്ചു വരണം. ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, തിരിച്ച് അമാനിലേക്കെങ്കിലും പോകാൻ പറ്റും. അമാനിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അന്ന് അമാൻ, സിറിയ, അപ്പോൾ ഈ പാലസ്റ്റീൻ റെഫ്യൂജീസിൻ്റെയും കുട്ടികളുടെയും അവരുടെ സ്റ്റാറ്റസ് വളരെ വ്യത്യാസമാണ് ഓരോ സ്ഥലത്തും. ഇപ്പോൾ ജോർഡാനിലാണെങ്കിൽ അവർക്കൊരു ഓൾമോസ്റ്റ് ഈക്വൽ സ്റ്റാറ്റസാണ്. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവർ ഏത് ജോർഡാനിയൻസിനെ മാതിരി തന്നെയാണ് പണ്ട് മുതലേ കിങ് ഹുസൈൻ മുതലേ കിങ് ഇപ്പോൾ അബ്ദുള്ള അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം പക്ഷേ പല കുട്ടികളും ഞങ്ങളുടെ സ്കൂളുകളിലല്ല, ഉണർവ സ്കൂളുകളിലല്ല, സാധാരണ ജോർഡാനിയൻ സ്കൂളുകൾ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ക്യാമ്പുകളുണ്ട്, കാരണം അവർക്ക് സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാമ്പിൽ വേണം, ഫൈനാൻഷ്യൽ സപ്പോർട്ടും വേണമല്ലോ. സിറിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്യാമ്പുകളിലുള്ളവരായിരുന്നു. അവർക്ക് സിറിയൻ സിറ്റിസൻസ് ക്യാമ്പുകളെ അവരെ സെപ്പറേറ്റ് ആയിട്ടും, ഞങ്ങൾക്ക് തന്നെ ക്യാമ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇതൊക്കെ വേണം, അനുവാദമൊക്കെ വേണം. അപ്പോൾ പലപ്പോഴും ഞങ്ങളവിടെ മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ സിറിയൻ ഇൻ്റലിജൻസ് ഏജൻസി വന്ന് ഒബ്സർവ് ഇവരെന്താ സംസാരിക്കണത് എന്നാണ്. അങ്ങനെയായിരുന്നു സിറിയയിലത്തെ സിറ്റുവേഷൻ. അത് വേറെയാണ്. ലെബനൻ എന്ന് പറയുന്ന, ലെബനൻ പണ്ട് മുതലേ ഒരു കോൺഫ്ലിക്റ്റ് ഏരിയ ആയിരുന്നല്ലോ. അവിടെ ഇൻറ്റേർണൽ സിവിൽ വാർ നടന്നിരുന്നു, കുറച്ച് ഭേദപ്പെട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതും ഒരു ക്യാമ്പുകളായിട്ട് പാലസ്റ്റീനിയൻസുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്കൂളുകളും അവിടുത്തെ നടത്തുന്ന രീതികളും ഒക്കെ വ്യത്യാസമുണ്ട് ഓരോ രാജ്യത്തും. വെസ്റ്റ് ബാങ്കാണ് ശരിക്കും പറഞ്ഞാൽ അവർ കൂടുതൽ അവരുടെ സ്വന്തം ഇതിൽ നടത്തുന്നത്. അവിടെ ഫത്ത ആണല്ലോ അവിടെ ഭരിക്കുന്നത്, മറ്റവിടെ ഹമാസ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഹമാസിനെ പറ്റി ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്, എക്സ്ട്രീമിസ്റ്റാണ്, അത് ശരിയാണ്. പക്ഷെ അന്ന് ഹമാസാണ് ഗാസ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹമാസിലത്തെ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ ഹമാസ് മെമ്പേഴ്സ് വരുമായിരുന്നു. കാരണം അവരാണ് ഗവേൺ ചെയ്തിരുന്നത്. അവിടെ പോയിട്ട് ഉണർവ UN ഏജൻസി വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ വിട്ടു നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അവരോട് കൂടെ നിന്നിട്ട്. അപ്പോൾ അന്നൊരു വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ. കംപ്ലീറ്റ് പീസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല, സൂക്ഷിച്ചു വേണം എല്ലാം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ആയിരുന്നു. എല്ലാവർക്കും ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണം. പിന്നെ അന്ന് ഇവർക്ക് കൂടുതൽ ഗാസയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിരുന്നത് ഈജിപ്റ്റ് വഴിയാണ്. എന്നുവെച്ചാൽ അവിടെ ഒരു ഡെസർട്ടാണ് ഇത് കഴിഞ്ഞ ഉടനെ ഒരു ലോങ്. അപ്പം നമുക്ക് ആ ഡെസർട്ട് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ കുടിലുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ എന്താണെന്ന് നമുക്കറിയാത്ത കാര്യമായിട്ട് ഞാൻ ചോദിക്കും, എന്താ ഈ കുടിലുകൾ ഇങ്ങനെ ഡെസർട്ടിൽ കാണുന്നത്? അല്ല, അതൊക്കെ അണ്ടർഗ്രൗണ്ട് ടണൽസാണ്. അതായത് ഇവിടുന്ന് സാധനങ്ങൾ ഈജിപ്തിൽ നിന്ന് വരും. അങ്ങനെയാണ് ഗാസ എങ്ങനെ ഇത്ര നാൾ സർവൈവ് ചെയ്തു അവിടുത്തെ ആളുകളെന്ന് പറഞ്ഞാൽ അതൊരു അതിശയമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരെങ്ങനെ, അതാണ് നമ്മളൊരു മനുഷ്യന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ അവരതിന് റിയാക്ട് ചെയ്തിട്ട് എങ്ങനെ പിന്നെയും തിരിച്ചു വരുന്നു. ആ ഒരു ഇതില്ലേ, എന്താ പറയുക, റിട്ടാലിയേഷൻ ആൻഡ് കമ്മിങ് അപ്പ്, ദ കോൺഫിഡൻസ്, അതൊരു മനസ്സിലാക്കാൻ പറ്റാത്തൊരിതാണ്. കാരണം എത്രത്തോളം ഇപ്പം തന്നെ നോക്കിക്കോളൂ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രത്തോളം എന്ത് പീസ് ടോക്കാണ് നടക്കുന്നത്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ പൊളിറ്റിക്കലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിനൊരു തിരിച്ചുവരവുണ്ടാവും. കാരണം അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും അവിടെ ഉള്ളത്, എത്ര പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇതിനൊരു തിരിച്ചുവരവുണ്ടാവും, ഇതിന് വ്യത്യാസം ഉണ്ടാവും തന്നെ ഒരു ശുഭവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് പോകണം. അതത്ര ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോഴത്തെ ലോകത്തിലത്തെ ഒരു വ്യവസ്ഥ തന്നെ മാറിയിട്ടുണ്ടല്ലോ, കംപ്ലീറ്റായിട്ട് പൊളിറ്റിക്കൽ ഇത് മാറിയിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഏതായാലും നന്ദി ഈ തങ്ങളുടെ അനുഭവങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചതിന്. ഈ കുട്ടികളെ കൊല്ലുക എന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, പലസ്തീനിലുണ്ടായിരുന്ന അനുഭവങ്ങളും മറ്റുമാണ് അദ്ദേഹം മീഡിയ വണ്ണിനോട് പങ്കുവെച്ചത്. രാഹുലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ വൺ, കൊച്ചി.